അമ്പൂർ എത്തിയോന്നറിയാൻ ഒരു ഗൂഗിൾ മാപ്പിന്റെയും സഹായം ആവശ്യമില്ല. ചെന്നൈ ബാംഗ്ലൂരു ഹൈവേയിലൂടെ മൂക്കും തുറന്നു വെച്ചെന്ന് സഞ്ചരിച്ചാൽ മാത്രം മതി. അങ്ങനെ പോയി പോയി ഒരു സ്ഥലം എത്തുമ്പോൾ വായുവിലൂടെ ബിരിയാണിയുടെ മാദക ഗന്ധം ഒഴുകി വരുന്നതായി ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ വണ്ടി നിർത്തി ചാടിയിറങ്ങുക, ചുറ്റും നോക്കുക. അത്രേ ഉള്ളൂ, അമ്പൂർ എത്തി. ഇനിയാണ് ശരിക്കുമുള്ള പരീക്ഷണം. ഒരു വിശ്വാമിത്രന് ചുറ്റും 10-15 ഉർവശിമാർ വന്ന് നൃത്തം ചെയ്താൽ പാവം വിശ്വാമിത്രന്റെ കൺഫ്യൂഷൻ എന്തായിരിക്കും? ഏതാണ്ട് ആ പരുവത്തിലാവും നമ്മൾ. എങ്ങോട്ട് നോക്കിയാലും ബിരിയാണി കടകൾ. ഒന്നും രണ്ടുമല്ല, ഇന്ത്യയിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി കടകളുള്ള സ്ഥലമാണത്രേ അമ്പൂർ. അക്കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആണ് സ്റ്റാർ ബിരിയാണി. അങ്ങോട്ട് പോകാമെന്ന് കരുതിയാലും അടുത്ത കടമ്പ കടക്കണം. അമ്പൂരുള്ള മിക്ക ബിരിയാണി കടകളുടെയും പേരിൽ സ്റ്റാർ ഉണ്ടാവും. റോയൽ സ്റ്റാർ, 5 സ്റ്റാർ, സ്റ്റാർ എന്ന് വേണ്ട, എല്ലാം സ്റ്റാർ മയം. കടയുടെ പേര് പോലും ഇമ്മട്ടിൽ കോപ്പി അടിക്കണമെങ്കിൽ ഊഹിച്ചൂടെ ആ യഥാർത്ഥ സ്റ്റാർ ബിരിയാണിയുടെ പെരുമ. അമ്പൂർ ജംഗ്ഷന് തൊട്ടടുത്താണ് ശരിക്കുമുള്ള സ്റ്റാർ ബിരിയാണി റെസ്റ്റോറന്റ്. ആളിനേക്കാളും വലിയ തലക്കെട്ടെന്ന് പറയുന്നത് പോലെ ഒരു കുഞ്ഞു ഹോട്ടലും അതിന്റെ 2 ഇരട്ടി വലുപ്പത്തിൽ അമ്പൂർ സ്റ്റാർ ബിരിയാണി എന്നൊരു ബോർഡും. ഇത്രയും സ്റ്റാറുകളുടെ ഇടയിൽ ശരിക്കും സ്റ്റാർ മിസ്സായി പോവാതിരിക്കാനാണ് ആ യമണ്ടൻ ബോർഡ്. കടയുടെ കാര്യം പറയുവാണെങ്കിൽ ഇത്രയും പ്രശസ്തമായതിന്റെ യാതൊരു അഹങ്കാരവുമില്ല. നീളത്തിൽ ഒരു ഹാള്, കഷ്ടിച്ച് 30 പേർക്കിരിക്കാം. വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് കസേരകളുമുണ്ട്. കാഷ്യർക്കും കസ്റ്റമേഴ്സിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ബിരിയാണി ചെമ്പുകൾ അടിയടി വെച്ചിരിക്കുന്നത്. അതിനും മീതെ കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിലേക്ക് പോവാനുള്ള ഊഴവും കാത്ത വിളമ്പ് പാത്രങ്ങൾ ബിരിയാണിയുമായി വെയിറ്റ് ചെയ്യും. വലിയ ബിരിയാണി ചെമ്പ് കാലിയാവുമ്പോഴേക്കും അടുത്ത സെറ്റ് ബിരിയാണി ചെമ്പുകളുമായി ഹോട്ടൽ ജോലിക്കാരെത്തിയിരിക്കും. എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. കളറുകളിൽ ഒന്നും വലിയ താല്പര്യമില്ലാതെ ആകെ മൊത്തം വെള്ളയടിച്ചിരിക്കുന്ന മലബാർ ബിരിയാണി കണ്ട് ശീലിച്ചവർക്ക് അമ്പൂർ ബിരിയാണി നല്ലോണം കളർഫുൾ ആയി തോന്നാം. അവിടുത്തെ മട്ടൻ ബിരിയാണിയാണ് പ്രശസ്തം. പെർഫെക്റ്റ് ആയി കുക്ക് ചെയ്ത അരിയും പാകത്തിന് ചേർത്ത സ്പൈസസും അതിന്റെ കൂടെ സോഫ്റ്റ് ആയ മട്ടൻ പീസുകളും, കൂടെ അകമ്പടിയായി ഉള്ളിയും തൈരും ചേർത്ത സാലഡും, പിന്നെ വഴുതന കൊണ്ട് ഒരു തൊടി കറിയും. എന്തായാലും ആ സ്പൈസസും എരിവും ഒക്കെ ചേർന്ന് തമിഴ് ഡപ്പാങ് കൂത്ത് പോലെ സംഭവ ബഹുലമായ കിടിലൻ ബിരിയാണി കഴിക്കാമെന്ന് സാരം. ഇനിയിപ്പോ ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് അമ്പൂർ എത്തണമല്ലോ എന്ന് വ്യാകുലപ്പെടുന്നവർക്കും പരിഹാരമുണ്ട്. ഈ സ്റ്റാർ ബിരിയാണിയുടെ ബ്രാഞ്ചുകൾ ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ ഇപ്പോഴുണ്ട്.